ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 5 സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. 1,06,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേന്ദ്രമന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ രംഗത്തെ തദ്ദേശവൽക്കരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഡിഫ് കണക്ട് 2024 ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ചരക്ക് സേവന നികുതി വകുപ്പിലെ കേന്ദ്ര സംസ്ഥാന മേധാവികളുടെ ദേശീയ സമ്മേളനം നാളെ ഡൽഹിയിൽ ചേരും. കഴിഞ്ഞ 7.5 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വൻ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പദ്ധതികളുടെ ഫലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടി ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 3 ദിവസങ്ങളിലായി 5 സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. ഇവിടങ്ങളിൽ 1,06,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തെലങ്കാന, തമിഴ്നാട്, ഒഡീഷ, പശ്ചിമബംഗാൾ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ നാളെ രാവിലെ തെലങ്കാനയിലെ അദിലാബാദിൽ 56,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. തുടർന്ന് തമിഴ്നാട്ടിലെ കൽപ്പാക്കത്ത് കേന്ദ്ര സർക്കാർ സംരംഭമായ ഭവിനി ശ്രീ മോദി സന്ദർശിക്കും. മറ്റന്നാൾ രാവിലെ നടക്കുന്ന പരിപാടിയിൽ ഹൈദരാബാദിലെ സിവിൽ ഏവിയേഷൻ റിസർച്ച് ഓർഗനൈസേഷൻ കേന്ദ്രം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തുടർന്ന് തെലങ്കാനയിലെ സംഗറെഡ്ഡിയിൽ 6,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. ഉച്ചകഴിഞ്ഞ് ഒഡീഷയിലെ ജാജ്പൂരിൽ 19,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ശ്രീ മോദി നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ കൊൽക്കത്തയിൽ 15,400 കോടി രൂപയുടെ കണക്ടിവിറ്റി പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. തുടർന്ന് ബീഹാറിലെ ബേട്ടിയയിൽ ഏകദേശം 8,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കമിടും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം അതിവേഗം നടപ്പാക്കേണ്ട പദ്ധതികൾ യോഗത്തിൽ ചർച്ചയായി. അക്കാദമിക, വ്യവസായ സ്ഥാപനങ്ങൾ, പൌരപ്രമുഖർ, ശാസ്ത്ര സംഘടനകൾ തുടങ്ങിയവയുമായുള്ള കൂടിയാലോചനകളും പദ്ധതികളും ഇതിൽ ലക്ഷ്യമിടുന്നു. ഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവനിൽ നടന്ന യോഗത്തിൽ നിരവധി കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു. ചരക്ക് സേവന നികുതി വകുപ്പിലെ കേന്ദ്ര സംസ്ഥാന എൻഫോഴ്സ്മെന്റ് മേധാവികളുടെ ദേശീയ സമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പാണ് നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഏകദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. GST വെട്ടിപ്പ്, വ്യാജ ഇൻവോയ്സ് എന്നിവയെ ചെറുക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. കേന്ദ്ര സംസ്ഥാന GST എൻഫോഴ്സ്മെന്റ് മേധാവികൾക്ക് ഈ രംഗത്ത് മികച്ച മാതൃകകൾ പങ്കുവയ്ക്കുന്നതിനും പരസ്പര പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിലൂടെ GST മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും സമ്മേളനം സഹായകമാകും. രാജ്യത്ത് കഴിഞ്ഞ മാസം വിദേശ നിക്ഷേപകർ 24,000 കോടി രൂപ ഇന്ത്യൻ മൂലധന വിപണിയിലേക്ക് നിക്ഷേപിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ നിക്ഷേപമാണ് ഇത്. ഇക്കഴിഞ്ഞ ജനുവരിയിൽ 19,800 കോടി രൂപയിലധികമായിരുന്നു വിദേശ നിക്ഷേപം. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം നേതാവ് ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഷെഹബാസ് ഷെരീഫ് 201 വോട്ടുകൾ നേടിയപ്പോൾ ഇമ്രാൻഖാന്റെ പിന്തുണയുള്ള PTI സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാന് 92 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ 7.5 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വൻ ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ പദ്ധതികളുടെ ഫലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച വിവിധ മിഷനുകൾ അതിന്റെ ഉദാഹരണങ്ങളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കൊച്ചിയിൽ റെസിഡൻസ് അസോസിയേഷനുകളുമായുള്ള മുഖാമുഖം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കേണ്ട തീരുമാനങ്ങൾ ഏകോപിപ്പിക്കാൻ അയൽ സംസ്ഥാനങ്ങളിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കും. ഹൌസ് ബോട്ടുകളിലെ മാലിന്യ സംസ്കരണത്തിനായി 3.7 കോടി രൂപയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ വിവിധോദ്ദേശ ഹെലികോപ്റ്റർ MH-60R സീഹോക്ക് ബുധനാഴ്ച കൊച്ചിയിലെ INS ഗരുഡയിൽ കമ്മീഷൻ ചെയ്യും. ഇന്ത്യൻ നാവികസേനയിൽ INAS 334 ആയാണ് സീഹോക്ക് സ്ക്വാഡ്രൻ കമ്മീഷൻ ചെയ്യപ്പെടുക. 2020 ഫെബ്രുവരിയിൽ US സർക്കാരുമായി ഒപ്പുവെച്ച 24 വിമാനങ്ങളടങ്ങുന്ന വിദേശ സൈനിക വിൽപ്പന കരാറിന്റെ ഭാഗമാണ് ഹെലികോപ്റ്ററുകൾ. സീഹോക്കുകളുടെ വരവോടെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രതിരോധ രംഗത്തെ തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ഡിഫ് കണക്ട് 2024 എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
രാജ്യത്തിന്റെ പ്രതിരോധ നവീകരണ മേഖലയിൽ ഡിഫ് കണക്ട് 2024 ഒരു പ്രധാന നാഴികക്കല്ലാകും. സായുധസേനാ വിഭാഗം, പ്രതിരോധ വ്യവസായ പ്രമുഖർ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക നയരൂപകർത്താക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കാളികളാകും. അർത്ഥവത്തായ സംവാദങ്ങളും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രദർശനവും പരിപാടി ലക്ഷ്യമിടുന്നു. പ്രതിരോധ മേഖലയിലെ സഹകരണം, നവീകരണം, സംരംഭകത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പരിവർത്തന പ്ലാറ്റ്ഫോമായി പരിപാടി മാറും. പ്രതിരോധ മേഖലയിലെ ഇന്ത്യയിലെ മുൻനിര വ്യവസായ രംഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്നതും പരിപാടി ലക്ഷ്യമിടുന്നു. പ്രതിരോധ ഉൽപാദന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്നൊവേഷൻസ് ഫോർ ഡിഫൻസ് എക്സലൻസ് ഡിഫൻസ് ഇന്നൊവേഷൻ ഓർഗനൈസേഷൻ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഓർഗനൈസേഷൻ രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രതിരോധ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ദ്വിദിന ശില്പശാല നാളെ ആരംഭിക്കും. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സെഷനുകളിൽ അധ്യക്ഷനാകും. പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമനെ മുഖ്യപ്രഭാഷണം നടത്തും. പ്രതിരോധ സാങ്കേതിക രംഗത്തെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് സായുധ സേനയുടെ സ്വദേശിവൽക്കരണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ശില്പശാല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടി ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ പുറത്തിറക്കിയ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ ന്യൂസിലൻഡിനെ പിന്തള്ളിയാണ് ഇന്ത്യൻ പുരുഷ ടീം ഒന്നാമതെത്തിയത്. വെല്ലിംഗ്ടൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടതോടെയാണ് ന്യൂസിലൻഡിന് 1ാം സ്ഥാനം നഷ്ടമായത്. ഇംഗ്ലണ്ടിനെതിരായി ഇപ്പോൾ നടക്കുന്ന 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യ 3-1 മുന്നിലാണ്. ഈ മാസം 7 ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കുന്ന അവസാന മത്സരവും ജയിക്കാനായാൽ പോയിന്റ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കമാകും. ഗ്രൂപ്പ് എയിൽ നിന്ന് കേരളം, സർവീസസ്, ഗോവ, അസം എന്നീ ടീമുകളും ഗ്രൂപ്പ് ബിയിൽ നിന്ന് മണിപ്പൂർ, മിസോറാം, ഡൽഹി, റെയിൽവേസ് ടീമുകളുമാണ് ക്വാർട്ടർ മത്സരങ്ങളിൽ ഇടം നേടിയത്. സർവീസസും റെയിൽവേസും തമ്മിലാണ് ആദ്യ ക്വാർട്ടർ. കേരളം മറ്റന്നാൾ മിസോറാമിനെ നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം നടക്കുന്നു. ടോസ് നേടിയ ഗുജറാത്ത് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FC ഒഡീഷ FC പോരാട്ടം. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. SSLC പരീക്ഷ നാളെ ആരംഭിക്കും. പരീക്ഷാ നടത്തിപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. പുതിയ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തക വിതരണം മാർച്ച് 12 ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആഗോള വിഷയങ്ങളെക്കുറിച്ച് ഓരോ പൌരനും കൃത്യമായ അറിവ് നേടേണ്ടത് അത്യാവശ്യമാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അദ്ദേഹം എഴുതിയ വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യയുടെ വിദേശ നയത്തെ അഭിനന്ദിച്ച ശ്രീ ജയശങ്കർ വിദേശ നയകാര്യങ്ങളിൽ സജീവമായ നിരീക്ഷണം വ്യക്തികളെ സംബന്ധിച്ച് അത്യാവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ 13 ദശലക്ഷം പുതിയ പാസ്പോർട്ടുകൾ നൽകിയതായും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിലവിൽ ഏകദേശം 33 ദശലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ അടുത്ത ബന്ധുക്കൾക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഇന്ന് നിയമന കത്ത് കൈമാറി. താമസ സൌകര്യം ഒരുക്കുന്നതിനായി നിശ്ചിത അളവ് ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള കത്തും കുടുംബങ്ങൾക്ക് കൈമാറി. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും തുടർന്നുമുണ്ടാകുമെന്നും ലഫ്റ്റനന്റ് ഗവർണർ ഉറപ്പു നൽകി. ഡൽഹി സംസ്ഥാനത്തിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് നാളെ ധനമന്ത്രി അതിഷി നിയമസഭയിൽ അവതരിപ്പിക്കും. കഴിഞ്ഞ മാസം 15 ആരംഭിച്ച ഡൽഹി നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഈ മാസം 8 വരെ നീട്ടി. ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ പ്രതിനിധി സംഘം ഇന്ന് കെയ്റോയിലെത്തി. ഇസ്രയേലിന്റെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇസ്രയേൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ ഗസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തിങ്കളാഴ്ചയോടെ വെടിനിർത്തൽ കരാറിലെത്താൻ കഴിയുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. വികസിത ഭാരതം എന്ന ലക്ഷ്യം സാധ്യമാക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പാർട്ടിക്ക് സംഭാവന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2000 രൂപയാണ് ശ്രീ മോദി സംഭാവന നൽകിയത്. BJPക്ക് സംഭാവന നൽകുന്നതിൽ സന്തോഷമുണ്ടെന്നും നമോ ആപ്പിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിനായി സംഭാവന നൽകാൻ അഭ്യർത്ഥിക്കുന്നതായും സമൂഹമാധ്യമത്തിൽ പ്രധാനമന്ത്രി കുറിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 5 സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തും. 1,06,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. കേന്ദ്രമന്ത്രിമാരുടെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രതിരോധ രംഗത്തെ തദ്ദേശവൽക്കരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഡിഫ് കണക്ട് 2024 ഉദ്ഘാടനം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. ചരക്ക് സേവന നികുതി വകുപ്പിലെ കേന്ദ്ര സംസ്ഥാന മേധാവികളുടെ ദേശീയ സമ്മേളനം നാളെ ഡൽഹിയിൽ ചേരും. കഴിഞ്ഞ 7.5 വർഷത്തിനിടെ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ വൻ ജനപങ്കാളിത്ത
ഉത്തരവാദിത്തത്തോടെ നടപ്പാക്കിയ പദ്ധതികളുടെ ഫലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടി ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.